അവിടെ റെഫറൻസ് ഉണ്ടെങ്കിലേ കേട്ടതുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇവന് സ്ട്രോക്ക് വന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫറൽ ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ 5 മണിയായി. 5 മണി കഴിഞ്ഞു ഇവൻ വന്നപ്പം എന്നുവെച്ച് ഡോക്ടർ റെഫറൽ തന്നേച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവനെയും കൊണ്ട് ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തു. രാവിലെ പോകാൻ ഞങ്ങൾ പാതിരാത്രി 11:30 കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങാൻ. ചെക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ പോലും കേൾക്കാത്ത ഒരു അസുഖം, ക്യാവർനോമ എന്ന് പറഞ്ഞിട്ടൊരു അസുഖം. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഞങ്ങളിതുപോലെ ഡോക്ടറോട് ഞാൻ കയറിയിട്ട് ചോദിച്ചു, ഡോക്ടറെ ഇതെന്തുവാ സംഭവം, എന്താ ഇത്, എങ്ങനെയാണ് ഇതെന്ത് പറ്റി, ഇവൻ എങ്ങനെ ഇത് വന്നു, ഇതെന്തോ സംഭവം എന്നാന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു മോളെ ഇത് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ വരുന്ന ഒരു അസുഖമാണ്. തലച്ചോറ് തൊട്ടിട്ട് തലയ്ക്കകത്തിൽ വരുന്ന ഒരു അസുഖമാണ്. അതായത് തലയ്ക്കകത്തിൽ നമ്മളുടെ ഈ കുമ്മിള പോലെ, അതായത് മുന്തിരി കൊലകൾ പോലെ ഇങ്ങനെ ബ്ലഡ് അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ക്ലോട്ട് ചെയ്യും ഞരമ്പിനകത്ത്. അപ്പോൾ ഇവനത് വന്നത് മെയിൻ സ്ഥലത്താണ്. നമ്മുടെ തലയ്ക്കകം തൊട്ട് കാല് വരെ പോകുന്ന ഒരു മെയിൻ ഞരമ്പുണ്ട്. ആ മെയിൻ ഞരമ്പിൻ്റെ സൈഡിൽ തലച്ചോറിനകത്താണ് ഇവനിത് വന്നേക്കുന്നത്. അപ്പം ഈ രോഗമുള്ള കുട്ടിക്ക് ഒരു 22 വയസ്സൊക്കെ ആകുമ്പോൾ 21-22 വയസ്സാകുമ്പോഴേ ഇതിൻ്റെ സിംറ്റംസ് പുറത്ത് കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇവൻ ആ പ്രായമായപ്പം ഇവൻ്റെ സിംറ്റംസ് പുറത്ത് വന്നത്.